ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കേരള ബേസിക് ടോക്സ്. നമ്മൾ ഒരുപാട് ദിവസമായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ സെക്രട്ടേറിയറ്റ് എക്സാമിന് ഇനി ഒരു മാസമേ ഉള്ളൂ. ഇപ്പോൾ 21 അടുത്ത മാസം മെയ് 21 നമ്മുടെ മെയിൻസ് എക്സാം വരാൻ പോകുന്നത്. കറക്റ്റ് ഒരു 30 ദിവസം. ആ ദിവസം കൊണ്ട് നമുക്കിനി എങ്ങനെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും എന്താ പറയുക, പഠിച്ച് തീരാത്തവർ ഒരുപാടുണ്ടാവും. സിലബസ് അനുസരിച്ച് നമ്മളെപ്പോഴും പഠിക്കണതാണ്. പക്ഷെ അത് പഠിച്ച് തീരാത്തവർ ഒരുപാട് പേരുണ്ടാവും. അവർ ഇനി ചെയ്യേണ്ടത് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ടേബിളൊക്കെ ഇട്ടിട്ട് കുറച്ച് ഒരു 1 വീക്ക് നമ്മൾ ടൈം ടേബിൾ ഇട്ടിട്ടില്ല. കാരണം കുറേ പേര് പറഞ്ഞു അത് ടൈം ടേബിൾ ഇട്ടതൊന്നും പഠിച്ച് തീർന്നിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വേണം പറഞ്ഞു. വിഷു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നലെയാണ് ഒരു ടൈം ടേബിൾ ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് റിവിഷൻ ആക്കാമെന്ന് വെച്ചു. ഇനി നാളെ മുതൽ കറക്റ്റായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്ത് നിങ്ങൾ പോകണം, കറക്റ്റായിട്ട് പഠിച്ച് പോകണം. നമുക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം ഒരെണ്ണം ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് ടൈമുണ്ട്. പക്ഷെ നമ്മൾ അതിന് പഠിച്ച് അതിൽ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ട് പിന്നെ നമുക്കൊരു 2 മാസം റിവിഷൻ, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളും മുന്നോട്ട് പോവുക, ഉഴപ്പരുത് ആരും. കറക്റ്റായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടണതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. സെക്രട്ടേറിയറ്റ് എക്സാം, മെയിൻസ് എക്സാം. പലരും ഒരു 1-2 മാർക്കിന് ലിസ്റ്റ് കയറിയവരായിരിക്കും. പ്രതീക്ഷിക്കാതെ ലിസ്റ്റ് കയറി ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ അവരൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ കുറേ ടോപ്പിക്ക് സിലബസ് വെച്ചാണെങ്കിൽ ടോപ്പിക്ക് കവർ ചെയ്യാനുണ്ടാവും. ഇനി ഒരു 30 ദിവസമേ ഉള്ളൂ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇനി ചെയ്യേണ്ടത് പുതിയതായിട്ട് ഒരു ടോപ്പിക്ക് നിങ്ങളെടുത്ത് പഠിക്കാതിരിക്കുക. അതായത് ഈ ഒരു 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു ടോപ്പിക്ക് പഠിച്ച് തീർക്കാൻ പറ്റില്ല. കാരണം എക്സാമിൻ്റെ ടെൻഷൻ വേറെ ഉണ്ടാവും. ആദ്യമായിട്ട് ലിസ്റ്റ് കയറിയവരാണെങ്കിൽ അവർക്ക് എന്തായാലും പറ്റില്ല, തീരെ പറ്റില്ല. കാരണം ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഇനി എന്തായാലും എനിക്ക് ആ മെയിൻസും കൂടി ക്ലിയർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യും, ചിലപ്പോൾ പുതിയൊരു ടോപ്പിക്ക് വീണ്ടും എടുക്കും. പക്ഷെ അത് ചെയ്യരുത്. കാരണം അതും കൂടി നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവിഷനും കൂടി ചെയ്യാനുള്ള നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. കാരണം ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ, ഇപ്പോൾ മാത്സ് ആണ് വെച്ചാൽ ഒരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലോ ലെവൽ തൊട്ടിട്ട് ഹൈ ലെവൽ വരെ പഠിക്കാനുണ്ടാവും. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് നോക്കിയെടുത്താൽ കാണാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിന് ഒരു ടോപ്പിക്കാണെന്ന് വെച്ചാൽ അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുകയാണെങ്കിൽ അതെന്തായാലും നിങ്ങൾ നോട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട്, അതായത് ഇപ്പോൾ ഒരു 30 ദിവസം ഉണ്ട്. മാക്സിമം നിങ്ങൾക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ 30 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ആ 30 ദിവസം എന്നല്ലെങ്കിൽ ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നിങ്ങൾ ഡെയിലി ഓരോന്നും അങ്ങനെ ഒരു 20 എണ്ണം കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഷുവറാണ് 100%. കാരണം ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റായിട്ട് പീസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ LD എടുത്താൽ മതി, 7 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ തന്നെ അതിൽ തന്നെ കാണാൻ പറ്റും. ഒരേ എക്സാംസിന് ഒരേ ക്വസ്റ്റ്യൻസ് അതേപോലെ ഒന്നോ രണ്ടോ മാത്രമല്ല, ഒരുപാട് ഒരു 7 ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ റിപ്പീറ്റായിട്ട് കണ്ടിട്ടുണ്ട്. നോക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഭരണഘടനയാണെന്ന് വെച്ചാൽ ഭരണഘടന ശില്പി ആരാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഭരണഘടന വന്നു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ആയിരിക്കും. ഓക്കെ, ആമുഖം എഴുതിയത് അങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ ബേസ് തൊട്ടിട്ട് നമ്മൾ പഠിച്ചെടുക്കണം. അല്ലാണ്ട് ആ ഒരു ടോപ്പിക്ക് മാത്രം പഠിച്ച് അതിൻ്റെ ഇത് ചോദിച്ചാൽ എനിക്ക് അറിയാം എന്നുള്ള ലെവലിൽ നിങ്ങൾ ഇരിക്കരുത്. ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമോ അതൊക്കെ നിങ്ങൾ പഠിക്കുക. പിന്നെ SCERTക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് നന്നായി കൊടുക്കുക. കാരണം മാറിയ സിലബസ്, അതായത് 5, 7, 9 ക്ലാസ്സത്തെ SCERT ബുക്കത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണോ വരുന്നത്, ഇപ്പോൾ ഈ 2025 കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് അതിന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ കുറേ പേര് ചോദിച്ചതാണ് റാങ്ക് ഫൈൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ റാങ്കിൽ എത്താൻ പറ്റുമോ എന്ന്. ചിലപ്പോൾ പറ്റുമായിരിക്കും, കാരണം ഞാൻ ഉറപ്പ് പറയില്ല. നമുക്ക് SCERT നോക്കേണ്ടത് കൊണ്ട് റാങ്ക് ഫയലിൽ എല്ലാ SCERTയും അതിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ റാങ്ക് ഫയൽ മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇല്ലയെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു ടോപ്പിക്ക്
ഫുള്ളായിട്ട് വാരി വലിച്ച് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ എണ്ണം റാങ്ക് ഫയലിലുണ്ടാകും. അത് നമ്മൾ പഠിക്കരുത്. പഠിച്ച് നമ്മുടെ സമയം നമ്മൾ കളയാൻ പാടില്ല. അപ്പോൾ വേറൊരു പുതിയൊരു ടോപ്പിക്ക് ഈ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് റാങ്ക് ഫയൽ നോക്കി പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ പറ്റില്ല. കാരണം അതിന് വേണ്ടി നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണം. ഈ ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ടെലിഗ്രാം ചാനൽ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതൊരു ഓർമ്മ നിൽക്കും. ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഇവിടെ നിന്നാണ് വന്നിരിക്കണമെന്ന് കാണുമ്പോൾ. വീഡിയോ കാണാൻ ടൈം കിട്ടാത്തവരാണെങ്കിൽ ടെലിഗ്രാം ചാനലിൽ പോയി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് നോക്കുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ റിപ്പീറ്റഡായി കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുമ്പോൾ എക്സാം സമയത്ത് നമുക്ക് വരുമ്പോൾ അത് അങ്ങനെ പോയിട്ട് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ഷുവറാണ് 100%. കാരണം ആ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ ഇപ്പോൾ PSCയുടെ 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞൊരു എക്സാം ആണെങ്കിൽ അടുത്ത ആഴ്ചയിലെ എക്സാമിൽ ഇതേപോലെ അതേ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച ചരിത്രമുണ്ട്. ഉറപ്പാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ PSC നമുക്ക് തരുന്ന പ്ലസ് പോയിൻ്റ് ആണത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 30 ദിവസം നിങ്ങൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ പ്രിൻറ്റ് ചെയ്തിട്ടൊക്കെ വെക്കുക. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഇനിയൊരു ടോപ്പിക്ക്, ഇനിയിപ്പോൾ അറിയാത്ത ടോപ്പിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് പുതിയതായിട്ട് നോക്കരുത്. പഴയത് നിങ്ങൾ പഠിച്ചത് കൃത്യമായി റിവിഷൻ മസ്റ്റ്. അതായത് റിവിഷന് നന്നായി ഇമ്പോർട്ടൻസ് കൊടുക്കുക. റിവിഷൻ അതോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോവുക. റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ പഠിച്ചതല്ലോ, നമ്മളെല്ലാം പ്രിലിംസിന് വേണ്ടി പഠിച്ചതാണല്ലോ. അപ്പോൾ പ്രിലിംസിന് വേണ്ടി പഠിച്ച നോട്ട്സ് ഉണ്ടാവും. ചിലവർ നിറയെ നോട്ട്സ് എഴുതിയിട്ടുണ്ടാവും, ചിലവർ ഷോർട്ട് നോട്ട് എഴുതിയിട്ടുണ്ടാവും. ഇതേപോലത്തെ ഷോർട്ട് നോട്ടൊക്കെ കയ്യിലുണ്ടാവും. അപ്പോൾ അവർ ഒന്നല്ലെങ്കിൽ ഷോർട്ട് നോട്ട് നോക്കിയിട്ട് അതിൽ നമ്മൾ എഴുതുന്ന സമയത്ത്, നോട്ടൊക്കെ എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ മാത്രം എഴുതാണ്ട് ആൻസറും എഴുതിയിട്ട്, അല്ലെങ്കിൽ ആൻസർ മാത്രം എഴുതിയിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെ റിവിഷൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് മൈൻഡിൽ നിൽക്കും. അപ്പോൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ പുതിയ ടോപ്പിക്കൊന്ന് എടുക്കാണ്ട്, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ നമ്മൾ പഠിക്കാത്ത ഒരു ടോപ്പിക്ക് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടോളൂ. കാരണം ഇനി അത് പഠിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് അത് നോക്കണ്ട. അപ്പോൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ചിലപ്പോൾ നമ്മളെ അറിയാതെ വേറൊരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇപ്പോൾ എക്കണോമിക്സ് ആണെച്ചാലും നീതി ആയോഗ് അങ്ങനെയൊക്കെ കുറേ പുതിയ ടോപ്പിക്സ് ഉണ്ട്. ഇത് പഠിക്കാത്തവരാണെങ്കിൽ ഇനി പഠിക്കരുത്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇനി പോയി പഠിക്കരുത്. നീതി ആയോഗ് ഒന്നും ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി ഇരിക്കരുത്, സമയം കളയരുത്. അപ്പോൾ പഠിച്ചത് അതിനനുസരിച്ച് ഓരോ ദിവസം ഏതൊക്കെ ടോപ്പിക്കാണ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യേണ്ടതെന്ന് നിങ്ങളെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഒരു നോട്ടാക്കി വെക്കുക. അല്ലെങ്കിൽ ഷോർട്ട് നോട്ടിൽ ഇതേപോലെ എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം ആ ഓരോ ടോപ്പിക്കും റിവിഷൻ ചെയ്ത് നിങ്ങൾ പോവുക. അതിനനുസരിച്ച് ആ ടോപ്പിക്കിൻ്റെ എക്സാം യൂട്യൂബിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലൊക്കെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അപ്പോൾ ഓരോ ടോപ്പിക്കിനും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ റിവിഷൻ മെത്തേഡ് മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, മാക്സിമം എന്താ പറയുക, നമ്മുടെ ഒരു ചാൻസാണ്. കാരണം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് എല്ലാവർക്കും ജോലി കിട്ടിയതാണ് ഈ ഒരു കാറ്റഗറി അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയും നമ്മുടെ ഒഴിവുകളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ലൊരു ചാൻസാണ്, ആരും മിസ്സാക്കരുത്. അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കാം. ഞാൻ പറഞ്ഞതുപോലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതനുസരിച്ച് മുന്നോട്ട് കറണ്ട് അഫേഴ്സൊക്കെ അപ്ഡേറ്റ് ആയിട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിത് എന്തായാലും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നമുക്കും ഉൾപ്പെടാൻ സാധിക്കും. അതിനനുസരിച്ച് നന്നായി പഠിക്കുക. ഓക്കെ, ഇപ്പോഴേ ഇനി 30 ദിവസമുണ്ട്. ആരും ഒരു പരിപാടിക്കോ കാര്യങ്ങളൊക്കെ പോവാണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് നന്നായി പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.